ഇന്ന് ഇന്ത്യയുടെ 80ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചായിരുന്നു മൊത്തത്തിൽ ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. 2047 തന്നെയാണ് മെയിൻ ഫോക്കസ് പോയിന്റ്. വികസിത് ഭാരത് എന്നുള്ള ആശയത്തിലൂന്നിയായിരുന്നു ഇന്നത്തെ പ്രസംഗം. അതുകൊണ്ട് പല മേഖലകളും, ഇന്ത്യയുടെ വളർച്ചയുടെ പാതയിലേക്ക് സഞ്ചരിക്കുന്ന പല മേഖലകളെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു പോവുകയുണ്ടായി. അതുപോലെ തന്നെ ദുബായ് ബുർജ് ഖലീഫയിൽ ഇന്ത്യയുടെ ട്രൈ കളർ ഫ്ലാഗ് സോളിഡാരിറ്റിയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രതീകമായിട്ട് ബുർജ് ഖലീഫയിൽ നമ്മളുടെ ഫ്ലാഗിൻ്റെ സിംബൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പം ഏവർക്കും ഇൻസൈറ്റ്സ് മലയാളത്തിൻ്റെ വക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ ഇറാൻ അമേരിക്ക അതാണ് ടോപ്പ് മോസ്റ്റ് ന്യൂസ്. അപ്പം ഇറാൻ ആണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് സ്റ്റിൽ ഞങ്ങളുടെ കൺട്രോളിലാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് നേവൽ ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്യാണ്. അതായത് നേവൽ ബ്ലോക്കേഡ് നിർത്തുന്നില്ല. കാരണം ഇറാൻ കണ്ടിന്യൂസ് ആയിട്ട് അവകാശവാദം ഉന്നയിക്കുകയും അമേരിക്കയ്ക്കെതിരെയും അതേപോലെ നെയ്ബർഹുഡ് രാജ്യങ്ങൾക്കെതിരെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെതിരെയും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ നേവൽ ബ്ലോക്കേഡ് കാലപരിധിയില്ലാതെ തുടരാൻ തീരുമാനിച്ചതായിട്ട് വൈറ്റ് ഹൗസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒമാൻ്റെ സൈഡിൽ വെച്ചിട്ട് അഡ്നോക്കിന് സ്വന്തമായിട്ടുള്ള 2 കപ്പലുകൾ UAE വെസലുകൾ IRGCയുടെ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. മീൻസ് ഇറാൻ 2 വെസലുകൾ ആക്രമിച്ചിട്ടുണ്ട്. ആ രണ്ടും തന്നെ അഡ്നോക്ക് എന്ന് പറഞ്ഞ UAEയുടെ ഗവൺമെൻറ് എണ്ണ കമ്പനിയുടെ കപ്പലുകളാണ്. ഡ്രോൺ മുഖേനയാണ് അറ്റാക്ക് നടത്തിയത്. നോ കാഷ്വാലിറ്റീസ് റിപ്പോർട്ടഡ് സോഫാർ. ഇതുവരെ കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ആക്രമണം നടന്നിട്ടുണ്ട്. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ റഷ്യക്കുള്ളിൽ ചില ലോജിസ്റ്റിക്സ് ഹബ്ബുകൾക്ക് മേലിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. റഷ്യ തുടരെ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയതിനെ തുടർന്ന് ഉക്രൈൻ റിറ്റാലിയേറ്റ് ചെയ്തതാണ്. അതായത് വൈൽഡ് ബെറീസ് എന്ന് പറഞ്ഞ ആ കമ്പനിയുടെ ലോജിസ്റ്റിക്സ് ഹബ്ബുകളാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്തത്. അതുപോലെ തന്നെ റിഫൈനറികളും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നുണ്ട് ഉക്രൈൻ. ചൈനയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏരിയയിൽ, പ്രത്യേകിച്ച് അവരുടെ ഡിസ്പ്യൂട്ടഡ് ക്ലെയിം ഉള്ള ഏരിയകളിൽ, പ്രത്യേകിച്ച് സൗത്ത് ചൈന സീ, ജപ്പാൻ, ഫിലിപ്പൈൻസ് ആ ഏരിയകളിലെല്ലാം തന്നെ അവർ മാരിടൈം പട്രോളിംഗ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തായ്വാൻ മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുള്ള മാരിടൈം പെട്രോളിംഗ് ആണ് ചൈന നടത്തുന്നത്. വേറെ ഒന്നുമല്ല, പ്രൊവോക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പെട്രോളിംഗ് ഒക്കെ ചൈന നടത്തുന്നത്. എപ്പോഴും നടത്തുന്നത് തന്നെയാണ്. കൂടുതലായിട്ട് ഇത് അഗ്രസീവായിട്ട് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാവും. ഇന്ത്യയെക്കുറിച്ച് അമേരിക്ക ഒരു പരാമർശം വേറെ ഒന്നുമില്ല. ഹൈ താരിഫിൻ്റെ അണ്ടറിൽ വരുന്ന ചൈനീസ് ഗുഡ്സുകൾ ഇന്ത്യ ത്രൂ കൂടുതലായിട്ട് അമേരിക്കൻ മാർക്കറ്റുകളിലേക്ക് എത്തുന്നുണ്ട്. സോ ചൈന ബൈപ്പാസിങ് ദ ഹൈ താരിഫ് പ്രോഡക്ട്സ്. മനസ്സിലായല്ലോ? അതായത് ചൈനയുടെ ഉള്ളിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന സാധനങ്ങൾക്ക് മേളിൽ ഹൈ താരിഫ് ഉണ്ട്. ആ സാധനങ്ങൾ ഇന്ത്യക്കുള്ളിൽ വരികയും ഇന്ത്യയിൽ നിന്നും അത് ഇന്ത്യയുടെ സാധനങ്ങളാണ് എന്നുള്ള രീതിയിൽ അത് അമേരിക്കയിലേക്ക് എത്തുമ്പോൾ അതിന് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു താരിഫ് ഇളവിലൂടെ ഈ ചൈനീസ് പ്രോഡക്റ്റ് അമേരിക്കയുടെ ഉള്ളിൽ എത്തുന്നു. അതാണ് അമേരിക്കയുടെ വാദം. അപ്പോൾ അതിന് ഇന്ത്യക്കെതിരെ അമേരിക്ക ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കണം, ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ അത് ബാധിക്കും. മീൻസ് ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും. പ്രത്യേകിച്ച് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുമെന്നാണ് അമേരിക്ക ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യക്ക് അത് വേണ്ടാത്ത പണിയാണ്. ചൈനയുടെ സാധനങ്ങൾ കയറ്റി അയക്കാൻ വേറെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചൈനയുടെ സാധനങ്ങൾ വാങ്ങിച്ച് കയറ്റി അയക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇന്ത്യക്കുള്ളിൽ നടത്തുന്ന എക്സ്പോർട്ടേഴ്സിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള നോട്ടീസ് കൊടുക്കണം, പനിഷ്മെൻറ്റ് കൊടുക്കണം, അതിൻ്റെ പിഴ അവരുടെ കയ്യിൽ നിന്നും ഈടാക്കണം. ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ താരിഖ് റഹ്മാൻ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. ശരിക്കും പുള്ളിക്കാരൻ ഓഫീസിൽ പ്രൈം മിനിസ്റ്ററായിട്ട് ചുമതലയേറ്റിട്ട് ചൈനയിലേക്ക് സന്ദർശനം നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല സമയം നോക്കി നിൽക്കുകയാണ്. നല്ല സമയം മീൻസ് ടൈം വൈസ് അല്ല, ശരിക്കും സിറ്റുവേഷൻ. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിരവധി ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുള്ളത് കൊണ്ടും ഷെയ്ഖ് ഹസീന ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും ഈ താരിഖ് റഹ്മാന് ഇന്ത്യക്കുള്ളിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യക്ക് പ്രശ്നമില്ല, താരിഖ് റഹ്മാന് പ്രശ്നമുണ്ട്. BNP പാർട്ടിയിൽ പ്രശ്നമുണ്ട്.
ഇയാളെ പിന്തുണച്ച് നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ 76 സീറ്റ് കൈവശം വെച്ചിരിക്കുന്ന മേജർ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കും പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലേക്ക് വരുന്ന ഡേറ്റ് ഇതുവരെ താരിഖ് റഹ്മാന് കൺഫേം ആയിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യ സന്ദർശിക്കും എന്നാണ് പൊതുവിൽ പറയുന്നത്. യൂറോപ്പിൽ എക്സ്ട്രീം ഹീറ്റാണ്, വൈൽഡ് ഫയർ പടർന്ന് പന്തലിക്കുകയാണ്. ക്രൊയേഷ്യ, ഫ്രാൻസ്, ജർമ്മനി ആൻഡ് UK among the countries dealing with major wildfires and extreme heat, forcing large scale evacuations in some areas. ഇത് UK ദ ഗാർഡിയൻ എന്ന് പറഞ്ഞ പത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞൊരു മാസം കൊണ്ട് സ്പ്രെഡായ വൈൽഡ് ഫയറിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ സംസാരിക്കുന്നത്. അതിൽ യൂറോപ്പിൽ ഉണ്ടായ ഈ ഒരു കാലാവസ്ഥ ചേഞ്ച്, ക്ലൈമറ്റ് ചേഞ്ച്, ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇറാന് വേണ്ടിയിട്ട് വക്കാലത്തുമായിട്ട് അമേരിക്കയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ഓയിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു പോകാൻ അമേരിക്ക അനുവദിക്കണം, എന്നാൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങളുടെ ഓയിൽ അതിലേക്ക് കടന്നു പോകാൻ പറ്റുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ആക്രമണങ്ങൾ, ഇപ്പോൾ ഇന്ന് ഇറാൻ 2 കപ്പലുകൾ ആക്രമിച്ചതുപോലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇറാൻ തുടരും. ഒന്നെങ്കിൽ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള കപ്പാസിറ്റി അമേരിക്കയ്ക്ക് ഉണ്ടാവണം. ട്രംപ് ഇങ്ങനെ 21 ദിവസം 31 ദിവസം എന്ന് പറഞ്ഞിട്ട് ഗ്യാപ്പ് എടുത്തിട്ട് പോകാൻ പാടില്ല. ആക്രമിച്ച് കീഴ്പ്പെടുത്തി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ കൺട്രോൾ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെയുള്ള ചരക്ക് ഗതാഗതം നടത്താൻ സാധിക്കില്ല. അതാണ് വീണ്ടും മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാഖ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡ്വൈസ് US കൊടുത്തിട്ടുണ്ട്. അവരെ ഉപദേശം തേടുകയാണ്. ശരിക്കും ഇറാന് വേണ്ടിയിട്ട് ഇപ്പം റെക്കമെൻഡ് ചെയ്യുകയാണ്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിനെയും നെഗോസിയേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് സാധ്യത. അതായത് നിങ്ങൾ ഗിവ് ആൻഡ് ടേക്ക്, നിങ്ങൾ ഇത് ചെയ്യൂ ഞാൻ അത് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും ട്രംപ് അവിടെ നിന്ന് ഉത്തരം പറയാൻ പോകുന്നത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ലേറ്റ് ജൂലൈ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഓഗസ്റ്റ് തുടങ്ങിയതിന് ശേഷം ഇത്രയും നാളായിട്ടും കാർഗ് ഐലൻഡിൽ നിന്നും എക്സ്പോർട്ട് അല്ലെങ്കിൽ ടാങ്കർ വെസലുകളെ ലോഡിംഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ അവിടെ നിന്നും ടാങ്കർ വെസലുകൾ എണ്ണ കയറ്റുമതി ചെയ്തതായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇതെവിടേക്കാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്കേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മൂലയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരെ വെട്ടിച്ചുകൊണ്ട് ഇറാൻ ഈ എണ്ണ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അറിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് അമേരിക്ക. ഇവന്മാർ എവിടെ കൊണ്ടുപോകുന്നു, എന്താണ് സംഗതി, എവിടെ വെച്ചിട്ട് ഇവന്മാരെ കണ്ടെത്തി അറ്റാക്ക് നടത്താം. ഇനിയിപ്പോൾ അത് എത്ര ദൂരമാണെങ്കിലും അമേരിക്ക അതിൻ്റെ പുറകെ ചെന്ന് അതിനെ അറ്റാക്ക് ചെയ്യും, അത് ഉറപ്പാണ്. VLCC കാറ്റഗറിയിൽപ്പെട്ട ടാങ്കറാണ്, വെരി ലാർജ് ക്രൂഡ് കാരിയറാണ്. ഇറാൻ്റെ ഉള്ളിൽ IRGCയുടെ ക്ലെറക്സ് അവരെല്ലാം തന്നെ ഭയങ്കര യുദ്ധദാഹത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ന്യൂക്ലിയർ വെപ്പൺ റെഡിയാക്കി യുദ്ധത്തിന് പോകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. കാരണം അവർക്ക് മരണം ഒരു വിഷയമല്ല, മരണം അവർക്ക് മറ്റൊരു ജീവിതമാണ്. സോ അവരതിലേക്കാണ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ട്രംപും നെതന്യാഹുവും തമ്മിൽ ഒരു റിഫ്റ്റ് ഉണ്ട്, ഒരു വിള്ളലുണ്ട് റിലേഷൻഷിപ്പിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിനുമുമ്പ് ഇപ്പോൾ ഇസ്രായേൽ ഇൻഡയറക്റ്റായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ ശക്തമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇറാൻ്റെ മേലുള്ള ആക്രമണം തുടരണം എന്നാണ് ഇസ്രായേലിൻ്റെ നിർദ്ദേശം. അത് ട്രംപ് ആ നിർദ്ദേശം പാലിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ സെൻകോമിൻ്റെ തലപ്പത്തുള്ള ബ്രാഡ് കൂപ്പർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ നിർണായകമായിട്ടുള്ള സ്ഥലങ്ങൾ ആക്രമണം നടത്താൻ റെഡിയായിരിക്കുന്നതായിട്ട് സെൻകോമിൻ്റെ ബ്രാഡ് കൂപ്പർ പറയുന്നുണ്ട്. അപ്പം അതായത് ഇറാൻ്റെ മേളിൽ കൃത്യമായിട്ടുള്ള 2-3 സ്ഥലങ്ങൾ, അതായത് 2-3 മേഖലകളാണ് അവരുടെ പൊതുജന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള സിവിലിയൻസിൻ്റെ അത്യാവശ്യ കാര്യങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള അറ്റാക്ക് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓൾറെഡി തന്നെ ഇറാൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. ഇൻഫ്ലേഷനെക്കുറിച്ച് മസൂദ് പെസസ്കിയാൻ വല്ലാത്ത രീതിയിൽ വിഷമത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ട്. അതിന് കാരണം തീർച്ചയായിട്ടും ഇൻഫ്ലേഷനാണ്. ഓയിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ഓയിൽ റവന്യൂ കിട്ടുന്നില്ല. അതുപോലെ തന്നെ പല സാധനങ്ങളും ഇപ്പോൾ നമുക്ക് ഷിപ്പിംഗ് വഴി അവൈലബിൾ അല്ല, ലാൻഡ് വഴി ഒരുപാട് യാത്ര ചെയ്താണ് എത്തുന്നത്. സോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ്, ഇൻഫ്ലേഷൻ കൂടും എന്ന് തന്നെയാണ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതേസമയം ഞാനിവിടെ വെച്ചിരിക്കുന്ന വീഡിയോയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ കിലോമീറ്ററോളം ക്യൂ കിടക്കുകയാണ്. അതാണ് ഇറാൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. ഈ സാഹചര്യത്തിൽ ട്രംപ് ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ വളരെ വൈകാതെ തന്നെ അമേരിക്കയുടെ ടെറിട്ടറി ആയിട്ട് മാറ്റും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. We're bringing the prices way down. Look at what's happening, coming way down.
And after we finish defeating Iran, which is being very badly defeated, pretty soon I'll be declaring the Hormuz Strait a territory of the United States. Essentially, that's what it is. We have the blockade. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ഇറാന് പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ വൈകാതെ തന്നെ വീണ്ടും ഇറാന് മേളിൽ സെൻകോം ഇസ്രായേലിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ആക്രമണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.